ഹലോ, എല്ലാവർക്കും നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പം ഞാനും അണ്ണനും കൂടി മുരുകൻ്റെ കോവിൽ കാണാൻ വേണ്ടിയാണ് അങ്ങനെ കൂട്ടിയിട്ട് കൊണ്ടുപോയത്. അപ്പോൾ നമുക്ക് മുരുകൻ്റെ കോവിലെത്തിയിട്ട് ബാക്കി വിശേഷങ്ങളൊക്കെ അവിടെ നിന്ന് കാണാം. ഇവിടെ ഈ ആൾക്കാരൊക്കെ ഇവർ മൊത്തത്തിൽ മുരുകനെ കാണാൻ വേണ്ടിയിട്ട് വന്ന ആൾക്കാരാണ്. ഇവിടെ കാണുന്നത് നിങ്ങൾക്ക് ഇതാ മുരുകൻ്റെ നമ്മൾ ഇതാ കോവിലേക്ക് പോവുകയാണ്. അതാ നേരെ കാണും അവിടെ നേരെ കാണുന്നതാണ് നമ്മുടെ വേൾഡിൽ നമ്പർ 1 ഹൈറ്റുള്ള മുരുകൻ്റെ സ്റ്റാച്യു. 146 feet. 146 feet, yeah? Yes. Okay. And Malaysia? Malaysia? कुछ कम ही था ना? Yes, कम ही था. लेकिन बट मुरुगन मलेशिया फर्स्ट है फर्स्ट पढ़ी മലേഷ്യയിലാണ്. ഫസ്റ്റ് മലേഷ്യ ഇത് സെക്കൻഡ്. ആൾക്കാരൊക്കെ ടൂറിസ്റ്റ് ഇഷ്ടം പോലെ വരുന്നുണ്ട്. ഒരുപാട് വണ്ടികളും ഇതെല്ലാം ഹോളിഡേ ഇന്നൊക്കെ തമിഴ് ഫെസ്റ്റിവല് നിറയെ കൂട്ടം ഇരിക്കും ആളുകളെ. ടൂറിസ്റ്റ് ജാസ്തി ഇങ്ങ അല്ല നിറയെ இருக்குமா? நார்மலி எப்படி இங்க டூரிஸ்ட் இருக்குமா? நார்மலா இந்த அளவுக்கு இருக்காது. இந்த அளவுக்கு இருக்காது. இப்ப பொங்கல் ஆயதுകൊണ്ട് ஹாலிഡേസ് അല്ലേ, അപ്പൊ ടൂറിസ്റ്റ് ജാസ്തി ഇവിടെ അല്ലേ. ഈ എൻ്റെ വണ്ടി റിപ്പയർ ചെയ്യാൻ വന്നേരം എന്നെ പറഞ്ഞു വെച്ചാൽ ഇത് ശങ്കഗിരിയും സേലവും എല്ലാം ഞാൻ അവിടെ ചെയ്യേണ്ടതാണ്. പക്ഷേ അതൊന്നും മിസ്സായിട്ട് വന്നത് ഇവിടെ മുരുകനെ കാണാൻ വേണ്ടിയിട്ടായിരിക്കും എന്നാണ് അണ്ണൻ പറയുന്നത്. കാരണം അവിടെ ചെയ്യേണ്ട കാര്യം ഉണ്ടായിട്ടുള്ളൂ. പക്ഷേ ഇവിടത്തേക്ക് എത്തിയതാണെന്നാണ് അണ്ണനിപ്പം ഞാനവിടെ സംസാരിക്കുമ്പോഴാണ് ഇവിടുത്തെ മുരുകന്റെ കാര്യം പറഞ്ഞത്. അപ്പൊ ഇവിടെ ചെരുപ്പൂരി വെച്ചിട്ട് നമ്മള് നടന്നു പോണം അങ്ങോട്ടേക്ക്. നല്ല ആൾക്കാരുണ്ട് ഇവിടെ. നിങ്ങൾക്ക് കാണാൻ പറ്റും. കുറച്ചും കൂടി ഞാൻ സൂം ചെയ്തിട്ടുണ്ട്. ഇതാണ് വേൾഡിൽ നമ്പർ 1 ഹൈറ്റുള്ള മുരുകൻ എന്ന് പറയുന്നത്. മുകളിലേക്ക് പോകാൻ പറ്റും തോന്നുന്നുണ്ട്. നോക്കാം. ആ ലിഫ്റ്റ് പൊന്തി പോകുന്നുണ്ട്. ഓക്കേ, അതാ ലിഫ്റ്റ് പൊന്തി പോകുന്ന നിങ്ങൾക്ക് കാണാൻ പറ്റും എന്ന് വിചാരിക്കുന്നു. ലിഫ്റ്റ്. ഇവിടെ എൻട്രൻസ് ടൈം ഉണ്ട് തോന്നുന്നുണ്ട്. 6:30 മണി മുതൽ 9 മണി വരെയാണ് ടൈം കാണിക്കുന്നത്. പിന്നെ തമിഴിൽ എന്തെല്ലാം എഴുതിയിട്ടുണ്ട്. അതായത് ഇന്ദദീപം എന്നാണ് തോന്നുന്നുണ്ട്. ഇന്ദദീപം മറ്റും എല്ലാ വേണ്ടുന്ന അതേ പറ്റും തോന്നുന്നുണ്ട്. മറ്റേ മെഴുതിരിയും മറ്റേ കർപ്പൂരം ഒന്നും പറ്റില്ലെന്ന് തോന്നുന്നുണ്ട്. കർപ്പൂരം കർപ്പൂരം എന്തോ മനസ്സിലാകുന്നില്ല. ചില തമിഴ് വായിക്കാൻ കിട്ടും, ചിലത് കിട്ടൂല. അപ്പോൾ ഇവിടെ തമിഴിൽ ഓരോ കാര്യങ്ങൾ എഴുതി വെച്ചിട്ടുണ്ട്. അതാ വഴി, അതാ സെല്ലും വഴി. അതാ വഴി ഇങ്ങോട്ടേക്കാണ് പോകേണ്ടത്. എല്ലാം വഴി. അപ്പോൾ ഇതുവഴി നമ്മൾ പോകണം നടന്ന്. ഇതിപ്പോൾ നമ്മുടെ കണ്ണൂർ പാപ്പനശ്ശേരിയിലെ കാട്ടിലപ്പള്ളി നിറച്ച പോലെ കുറേ ചന്തകളൊക്കെ ഉണ്ട് ഇഷ്ടം പോലെ. ഒരുപാട് ഇതൊക്കെ സ്ഥിരമായിട്ടുള്ള കടകളായതുകൊണ്ട് ഇവിടുത്തെ ബിസിനസ്. നമ്മുടെ ഊട്ടിയിലെല്ലാം പോയി കഴിഞ്ഞാൽ, മൈസൂരിലും പോയി കഴിഞ്ഞാൽ കടകളുണ്ടല്ലോ ഓരോ ഇത്. അതുപോലെ ഇതും ഒരു ടൂറിസ്റ്റ് പ്ലേസ് അല്ലേ. അപ്പോൾ അതിൻ്റെതായ ആൾക്കാരൊക്കെ ഫുൾ ഹോട്ടലുകളും. ഇതെന്താ ഫ്രണ്ടിലേക്ക് കൂടി കയറ്റി വിടാതെ സൈഡിലേക്ക് കൂടി അവർ കയറ്റി വിടുന്നത് മനസ്സിലാകുന്നില്ല. അതിൻ്റെ കുട്ടൻസ് എന്താണെന്ന് മനസ്സിലാകുന്നില്ല. ഇവിടെ നല്ല കാർപ്പറ്റൊക്കെ ഇട്ട് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇതിൻ്റെ ഏകദേശം പുറകു വശമായിട്ടാണ് ഉള്ളത്. ഇതാണ് ഇതിൻ്റെ വഴി. ഇതിൻ്റെ അകത്തേക്കിടാൻ തോന്നുന്നു വഴി. അമ്പലത്തിലേക്കുള്ള വഴി ഇതാണ്.
ഇവിടെയൊക്കെ ഒരുപാട് കരിമ്പൊക്കെ കൂട്ടിയിട്ടുണ്ട്. ബിസിനസ് തന്നെ, കരിമ്പ് ജ്യൂസ് കാര്യങ്ങളൊക്കെ ഉണ്ട്. ഒരു കരിമ്പ് ജ്യൂസിൻ്റെ ഷുഗർ കെയിൻ ജ്യൂസ്, അതെ, കടകളുണ്ട്. ഇവിടെ വിശ്രമിക്കാൻ വേണ്ടിയിട്ട് ആൾക്കാർക്ക് വിശ്രമിക്കാനുള്ള ഏരിയ തോന്നുന്നുണ്ട്. വിശ്രമിക്കുന്ന ആൾക്കാരൊക്കെ ഞാനിപ്പോൾ ഇതിൻ്റെ സ്റ്റാച്യൂവിൻ്റെ സൈഡിലെത്തിയിട്ടുണ്ട്. അപ്പോൾ ആൾക്കാർ കയറാൻ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യുന്നതാണ്. ഇതിൻ്റെ മുകളിലേക്ക് കയറാൻ വേണ്ടിയിട്ടാണ്. ഇതൊക്കെ അതിൽ പോകാൻ വേണ്ടിയിട്ട് ലൈനാണ്, ഇവിടെ ലൈൻ നിൽക്കുന്ന ആൾക്കാർ. അത് ചെറിയ ലൈനൊന്നും അല്ല ഉള്ളത്, ഒരുപാട് ലൈനുണ്ട്. ഫുൾ ഭയങ്കര ലൈനാണുള്ളത് അതിലേക്ക് പോകാൻ വേണ്ടിയിട്ട്. അപ്പം നമ്മൾക്ക് അങ്ങോട്ട് പോകാൻ വേണ്ടിയിട്ട് ഇപ്പം കഴിയുന്ന പോലെ ഇല്ല. കാരണം ഇതിന്നൊന്നും തീരുന്ന പോലെ ഇല്ല. ചെറിയ ലൈനൊന്നുമല്ല. ലൈൻ നിങ്ങൾക്ക് ഞാൻ കാണിച്ചു തരാം, നിങ്ങൾക്ക് പെട്ടെന്ന് എനിക്ക് മനസ്സിലാകുന്നുണ്ടാവില്ല. പക്ഷേ ഇതാ ഒരുപാട് ലൈനുണ്ട്. ഇവിടെ എന്തായാലും വിളക്കെല്ലാം കത്തിക്കുന്നുണ്ട്. ലൈൻ എന്ന് പറഞ്ഞാൽ ഒന്നൊന്നര ലൈനാണ്. ആൾക്കാർക്ക് ഇങ്ങനെ കറങ്ങിയിട്ടുള്ളത് മൊത്തം കറങ്ങി എത്തണം. അതാ അവിടെ നിന്ന് മുകളിലേക്ക് പോകാനും മൊത്തത്തിൽ ലൈൻ തന്നെയാണുള്ളത്. പിന്നെ ഇവിടെ ഈ സ്റ്റെപ്പിൻ്റെ അടുത്ത് നിന്ന് ഫോട്ടോ വീഡിയോ എടുക്കാമെന്നല്ലാണ്ട് അയ്യോ കുട്ടികളെ കരച്ചിലെല്ലാം കേൾക്കുന്നുണ്ടാവും നിങ്ങൾക്ക്. ഇതാ ഇവിടെ ലൈൻ നിൽക്കുന്നുണ്ട് ആൾക്കാർ. നമ്മൾ പോകാനാണ് തോന്നുന്നത്. ഞാനിപ്പോൾ എക്സാക്ട്ലി ഇതിന് താഴെയായിട്ടാണുള്ളത്. இந்த உள்ள போறதுக்கு டிக்கெட் இருக்கா இல்ல ஃப்ரீயா? நீ புதுசா யாருக்கு? ഇവരോട് ചോദിച്ചു നോക്കാം ഇവരെന്തിനാ ഇവിടെ നിൽക്കുന്നത്. ഇത് ലൈൻ എതുക്ക് ഉള്ള ലിഫ്റ്റ് പോறதுக்கா? പിന്നെ தரிசனம் பண்ணுறதுக்கா? மேலே போயிட்டா தரிசனம் இல்லை உள்ளே? உள்ளே ஓகே. மேலே போகிறதுக்கு அது அப்படியா? அப்போ அது ஃப்ரீயா தரிசனம்? அல்ல டோக்கன்? 5 രൂപയാ? 10 രൂപയാ? ഓക്കെ 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 താങ്ക് യു. ഇവിടെയാണ് ദർശനം, ആൾക്കാർ ദർശനം ചെയ്യുന്ന സ്ഥലം എന്ന് പറയുന്നത്. അപ്പോൾ ഞാൻ ഇവിടുത്തെ നമ്മുടെ സെക്യൂരിറ്റി ആണ് എന്നോട് ചോദിച്ചു ലിഫ്റ്റിലേക്ക് പോകാനാണ്. അപ്പോൾ പറഞ്ഞു മുകളിലേക്ക് പോകാൻ വേണ്ടി ചാർജ് ഉണ്ട്. എത്രയാണ് ചാർജ് മുകളിലേക്ക് പോകുന്നதுக்கு? 150யா? அப்படியா? லிஃப்ட் போகிறதுக்கு மேலே போய் தரிசனம் பண்ணது. ഓക്കെ. അപ്പോൾ ഇതിൻ്റെ പിറകുവശമാണ്. അപ്പോൾ ഞാൻ ഇതാ മുരുകൻ്റെ പിറകുവശമായി കാണുന്നത്. ആൾക്കാർ പോകുന്നത് ഇതെല്ലാം ലിഫ്റ്റിൽ ഇവിടുന്ന പോവാം. ഇവിടെ ഇതൊക്കെ ഇവർ ചുറ്റിയിട്ട് ആൾക്കാർ പ്രാർത്ഥിക്കലും ചെയ്യുന്നുണ്ട്. വന്നിട്ട് ചുറ്റി നിന്നിട്ട് പ്രാർത്ഥിക്കലും ആൾക്കാർക്ക് റെസ്റ്റ് എടുക്കലും. ശരി, ഇതുവഴിയാണ് മുകളിലേക്ക് പോകാൻ വേണ്ടിയിട്ടുള്ള ആൾക്കാർ ആ ലൈനിലേക്ക് പോകാൻ വേണ്ടിയിട്ട് ഇങ്ങനെ സിഗ്സാഗ് ആക്കിയിട്ട് ഇങ്ങനെ പോകണം തോന്നുന്നുണ്ട് മുകളിലേക്ക് പോകാൻ വേണ്ടിയിട്ട്. പ്രതീക്ഷിക്കാണ്ട് കിട്ടിയൊരു ചാൻസായത് മുരുകൻ്റെ ഇത് കാണാൻ വേണ്ടിയിട്ട് സ്റ്റാച്ചു. അതുകൊണ്ട് നിങ്ങൾക്കും കാണാൻ പറ്റിയെന്ന് വരും. ഒരു തേനീച്ച കൂട് കെട്ടിയിട്ടുണ്ട് മുരുകൻ്റെ വലത്തേ കഴിക്കുക. ആ മുട്ടിൻ്റെ താഴെതാ നിങ്ങൾക്ക് കാണാൻ പറ്റുമെന്ന് വിചാരിക്കുന്നു. ഇതാ ഇവിടെ ആയിട്ടിതാ ആ കറുപ്പ് കാണുന്നുണ്ടാ തേനീച്ച കൂട് കെട്ടിയത്. അർച്ചന സെറ്റ് ഇവിടെ 100 രൂപയാണ് ചേച്ചിമാരൊക്കെ കൊടുക്കുന്നത്. ഇത് നേരെ കൊണ്ടുപോയിട്ട് ഇവർ
ഈ പാത്രം തിരിച്ചു കൊടുക്കണം, അവർക്ക് അവർ സഞ്ചിയിൽ ഇട്ട് കൊടുക്കും. ഒരുപാട് ആൾക്കാരുണ്ട് ഇതുപോലെ അത് സെയിൽ ചെയ്യുന്നതും. ഈ സൈഡിലുണ്ട് പൊരികളുടെയൊക്കെ കടയുണ്ട് ഒരുപാട്. നമ്മുടെ കാട്ടിലപ്പള്ളി നേർച്ചയാണ് എനിക്ക് ഓർമ്മ വരുന്നത് കാണുമ്പോൾ. ഇനി അത്ര ദിവസമേ ഉള്ളൂ കാട്ടിലപ്പള്ളി നേർച്ചക്കും. അതേപോലെ ഈ സൈഡിലുണ്ട് ഒരുപാട് കടകളുണ്ട്. പാർക്കിങ്ങിലെല്ലാം വണ്ടി ഇഷ്ടം പോലെ കിടക്കുന്നുണ്ട്. പക്ഷേ ഇവിടെ റോഡിൽ ഇങ്ങനത്തെ ആയതുകൊണ്ട് കാണുന്നില്ലല്ലോ. അപ്പോൾ ഇവിടെ വന്നിട്ട് കാണുന്ന പാർക്കിങ്ങിൽ ഇത്തിരി വണ്ടികൾ കിടക്കുന്നുണ്ട് എന്നുള്ള കാര്യം. ഇത്രയും ടൂറിസ്റ്റ് വന്നിട്ടുണ്ട്, ബസ്സുകളെ വന്നിട്ടുണ്ട്. ബസ്സെല്ലാം അങ്ങുള്ളത് ഇഷ്ടം പോലെ കിടക്കുന്നുണ്ട്. എണ്ണം പറഞ്ഞ് വണ്ടികളൊക്കെ നമുക്ക് ഏതായാലും പാർക്കിങ് മൊത്തം ഒന്ന് ബൈക്കിൽ അവിടെ നിന്നെടുക്കണ്ട, മൊത്തം ചുറ്റി വരാന്ന് പറഞ്ഞിട്ട് ഇവിടെ കുറേ ടോയ്സും കുട്ടികളെ കളിക്കുന്ന നമ്മുടെ ബേബി കാറൊക്കെ സെറ്റപ്പ് ആക്കിയിട്ടുണ്ട്. അതുപോലെ കുതിര, അങ്ങനെ ഇതൊക്കെ പെർമനന്റ് അല്ലേ തോന്നുന്നുണ്ട് ഇവിടെ. വേസ്റ്റെല്ലാം ഇവിടെ ഇട്ടിട്ടുണ്ട്, അതൊന്നും വൃത്തിയാക്കുന്നില്ല. അതെല്ലാം ക്ലീൻ പണണം എങ്കിൽ പണിയിട്ടേക്ക്. ബസ്സിലൊക്കെ ആൾക്കാർ വന്ന് നോക്കണ്ട. ഒരുപാട് ടൂറിസ്റ്റ് ഉണ്ട് ഇപ്പോൾ അവിടെ തന്നെ, ഫുൾ ബിസിയാണ്. അപ്പം എന്താ லிஃப்ட் போகிறதுக்கும் அந்த தரிசனம் பண்ணுறதுக்கும் ரொம்ப பிஸி. கூட்டமாக இருக்கும். கூட்டம் தான் பயங்கர கூட்டம், பயங்கரமான கூட்டம். அங்கே 10 rupees அல்ல தரிசனம் பண்ணுறதுக்கு. எஸ் எஸ், அங்கே சிலைகிட்ட போகிறதுக்கு 10 rupees ஆகும். அங்கே மேலே போகிறதுக்கு 250 rupees லிஃப்ட். எஸ் எஸ், எல்லாமே கேட்டுருக்கேன் அந்த. പക്ഷെ അവർ கொஞ்சம் பேசி என்னோட 150 250 எல்லாம் എന്നോട് ചൊല്ലിയിരിക്കും. പക്ഷെ ബട്ടാണ് എനിക്കൊന്നും പുരിയല എന്നാ ചൊല്ലിയിരിക്കുന്നു. തമിഴ് தெரியுന്നാൾക്ക് അത് പുരിയത്. 250 ரூபாய் 250. அங்க மேல வேல் இருக்குங்கல்ல, லிஃப்ட்ல போயிட்டு அபிஷேகம் பண்ணலாம். அபிஷேகம்? எஸ் எஸ், பால் அபிஷேகம். பால் அபிஷേകം. அப்ப அதுக்கு 250. அதுக்கு 250. அது ലിഫ്റ്റില് മേല. അണ്ണൻ പറഞ്ഞത് ഇതാ, ഈ വീട് കണ്ട, ഈ വീടാ പോലും വീട്ടിലെ ആളാണ് ഇത് ഓണർ. ഈ കോവിലിന്റെ ഓണർ വീടാ പോലും. അല്ല സോറി, വീട് തന്നെ ഇത്. വീട് ഓണർ വീട് ഇതല്ലേ? വീട്. ഇത് പ്രൈവറ്റ് ഒരാളതാ പോലും ഈ സ്റ്റാച്യു അല്ലേ? അവരിത്രയും പൈസ ചെലവിട്ട് ഇതാക്കിയല്ലേ. ഈ വീടാണ് ആ കൊടുക്കൽ സ്റ്റാച്യൂവിന്റെ ഓണർ വീട്. ഇത് ട്രസ്റ്റ് ഫൗണ്ടേഷൻ അല്ലേ? ഓക്കെ ഓക്കെ. അപ്പോൾ നമ്മളെ വണ്ടി ഇവിടെ ഉണ്ട്. പണം തിരിച്ച് നമ്മളെ കൊണ്ട് ഡ്രോപ്പ് ചെയ്ത് തന്നു. ഉங்க பேர் என்ன? சரவணன். சரவணன் അല്ലേ? அப்படியா? இந்த கோவில் எவ்வளவு நாளாச்சு இங்க வந்து? 6 years. இங்க இருந்து ஆத்தூர் பக்கத்துல எத்தனை கிலோமீட்டர்? இங்க இருந்து ஆத்தூருக்கு ஒரு 10 இல்ல 12, ஒரு 10 to 12 வரும். அப்ப இந்த இடத்துக்கு பேர் என்ன எக்ஸாக்ட்லி? இந்த முருகன் கோவில் எக்ஸாக்ட்லி முருகன் கோயிலுக்கு வரணும்னா புத்திரகவுண்டன் பாளையம். முத்துமலை முருகன், அதான் பேரല്ലേ? பேரு முத்துமலை മുരുകൻ. ഓക്കെ ഓക്കെ അണ്ണാ. അപ്പൊ ഞാൻ കിളമ്പറേ. അപ്പൊ വീണ്ടും സന്ധിക്കും വരെ വണക്കം. ഓക്കെ, ബൈ ബൈ. അപ്പൊ അണ്ണൻ പോവാൻ റെഡിയായി. അപ്പോൾ ഓക്കെ. അപ്പോൾ അണ്ണനെ കൊണ്ടുവിട്ടിട്ട് അങ്ങേക്ക് പോവാ. ഓക്കെ. അപ്പോൾ അണ്ണൻ്റെ അടുത്ത് നമ്മൾ യാത്ര പറഞ്ഞിട്ട് നമ്മൾ യാത്ര തുടരുകയാണ്. ആത്തൂർ ലക്ഷ്യമാക്കി നേരെ ഉളുന്തൂർപേട്ട ലക്ഷ്യമാക്കി നമ്മൾ നേരെ ചെന്നൈയിലേക്ക് പോവുകയാണ്. ഇതിവിടെ ഉള്ളൊരു പോകുന്ന വഴിക്കുള്ളൊരു ഹോട്ടലാണ്, രാമാസ് കഫേ എന്ന പേര് ഇതിൻ്റെത്. അപ്പോൾ ബസ്സുകളൊക്കെ ഒരുപാട് ഇവിടെ വന്നിട്ട് ഭക്ഷണം കഴിക്കാൻ നിർത്താറുണ്ട്. അതുപോലെ നല്ല സൗകര്യം, പാർക്കിങ്ങിനുള്ള സൗകര്യമുള്ള സ്ഥലമാണ് ഇത്. വണ്ടികളൊക്കെ പാർക്ക് ചെയ്തിട്ട് റെസ്റ്റ് എടുക്കാനും എല്ലാ സൗകര്യങ്ങളൊക്കെ ഉള്ള സ്ഥലമാണ് ഇത്. ബാത്റൂം സൗകര്യം എല്ലാം ഉണ്ട്. ഒരുപാട് കുരങ്ങന്മാരിതാ റോട്ടില്. ഇത് ഞാൻ ചെന്നൈ പോകുന്ന റൂട്ടിൽ നിന്ന് ഞാൻ ഇപ്പം ഡൈവേർട്ട് ചെയ്തിട്ടാണുള്ളത്. കാരണം ഏകദേശം കള്ളക്കുറിച്ചി എന്ന സ്ഥലം കഴിഞ്ഞ ശേഷം ഒരു ത്യാഗദുർഗം അങ്ങനെ ഒരു സ്ഥലത്ത് നിന്ന് ലെഫ്റ്റ് കയറിയിട്ടുള്ളത്. കാരണം എന്താ വെച്ചാൽ എനിക്ക് നാട്ടിലേക്ക് പോകേണ്ട കാര്യങ്ങളുണ്ട്.
ഇവിടെയുള്ള ഒരു ഡ്രൈവർ ഉണ്ട്, എൻ്റെ ഫ്രണ്ട്. പുള്ളിൻ്റെ പേര് സുരേഷ് എന്നാണ്. അപ്പോൾ പുള്ളിൻ്റെ വീട്ടിലേക്ക് ഞാൻ പോവാം. അപ്പോൾ ഇതുവഴിയും ചെന്നൈയിലേക്ക് പോകാൻ വേണ്ടി പറ്റും നമുക്ക്. ഇതുവഴി പോയി കഴിഞ്ഞിട്ട് അവരുടെ വീടിൻ്റെ അവിടെ നേരെ വില്ലുപ്പുറത്തേക്ക് പോയി കയറാം. അപ്പോൾ പുള്ളി ചെന്നൈയിലേക്ക് പോകാമെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ കുറച്ച് ദിവസം വണ്ടി എടുക്കാമെന്ന് എന്നോട് സമ്മതിച്ചിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് പുള്ളിൻ്റെ വീട്ടിലേക്ക് ഞാനിപ്പോൾ വണ്ടി കൊണ്ട് പോവുകയെന്ന്. പുള്ളിൻ്റെ വീട് വില്ലുപ്പുറം എന്നാണ് പറയുന്നത്, പക്ഷേ വില്ലുപ്പുറമല്ല, വില്ലുപ്പുറത്ത് ഉള്ളോട്ടേക്കുള്ള സ്ഥലമാണ്. അപ്പോൾ എനിക്ക് ഗൂഗിൾ മാപ്പ് അയച്ചു തന്നിട്ടുണ്ട്. അത് പ്രകാരം ഞാൻ അപ്പോൾ അതാ ഇഷ്ടം പോലെ കുരങ്ങളുണ്ട്. ഇതൊക്കെ പുളിമരത്തിലൊക്കെ കയറി വന്നിട്ട് കാണുന്നുണ്ട്. അപ്പോൾ അവിടത്തേക്ക് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഒരു ചന്ത നടക്കുന്നുണ്ട്. അപ്പോൾ അണ്ണൻ്റെ മോനും അണ്ണനും കൂടി കൂട്ടാൻ വന്നിട്ടുണ്ട്. എന്നിട്ട് അവരുടെ വീട്ടിലേക്ക് നമ്മൾ എത്തിയിട്ടുണ്ട്. ഇവിടെ അണ്ണൻ പേര് പറഞ്ഞോളൂ. സുരേഷ്. മോന്റെ പേരെന്താ? ശിവ അല്ലേ? ഓക്കെ ഓക്കെ. അപ്പോൾ നമ്മുടെ സുരേഷ് അണ്ണന്റെ 3 മക്കളില് ഇവൻ രണ്ടാമൻ. നേരത്തെ കാണിച്ചതല്ലോ, ശിവനെ കാണിച്ചതല്ലോ. മോന്റെ പേരെന്താ? ഹരിശരൺ അല്ലേ? മോന്റെ പേരെന്താ പറഞ്ഞ? ജീവനന്ദൻ അല്ലേ? ജീവനന്ദം. ഓക്കെ. എത്ര ക്ലാസ്സിലാണ് പഠിക്കുന്നത്? 7th-ലാ? മോനോ 5th-ലാ? അടിപൊളി. ഓക്കെ. അണ്ണന്റെ അളിയൻ അല്ലേ? ആരാ? വൈഫിന്റെ ബ്രദർ അല്ലേ? അപ്പൊ നമ്മളെ കേരളയിൽ പോലെ അളിയൻ എന്ന് പറയും. പേരെന്താ? പ്രഭുവാ. ഇങ്ങ ഊര് ഇങ്ങ തിരുക്കോളൂ. ഇങ്ങതാണല്ലേ? എന്നാ പண்ற? ഡ്രൈവർ അല്ലേ? ലോറിയാ? ബസ് ഡ്രൈവറായി? സ്കൂൾ ബസ് അല്ലേ? ഓക്കെ ഓക്കെ. അപ്പൊ നമ്മുടെ സുരേഷ് അണ്ണന്റെ മക്കള് സാധനങ്ങളൊക്കെ ആയിട്ട് വന്നിട്ടുണ്ട് ഇവിടത്തേക്ക്. അപ്പൊ അവര് സാധനങ്ങളൊക്കെ വണ്ടിയിലേക്ക് കയറ്റാൻ വേണ്ടിട്ട്, അച്ഛന്റെ സാധനങ്ങളൊക്കെ വണ്ടിയിലേക്ക് കൊണ്ടുവരാൻ വേണ്ടിട്ട് ബൈക്കിൽ കുറച്ച് ഉള്ളോട്ട് പോണം പുള്ളിയുടെ വീട്. അപ്പൊ ഓൾറെഡി വന്നിട്ടുണ്ട്. വാ. അപ്പൊ ഗൈസ് വരൂ. അപ്പൊ അതാ അത് ഇളയ മോൻ. നേരത്തെ കണ്ടിരുന്നല്ലോ നിങ്ങള്. വരുന്ന ചെന്നൈയിൽ വരുന്ന? ചെന്നൈയിലേക്ക് പോവാ നമുക്ക്. പോവാ. റെഡിയാ? നീ എത്ര ക്ലാസ് പഠിക്കുന്നു പറഞ്ഞേ? 5th-ആ? ഇവൻ 7th അല്ലേ? அப்படியா? சிவா என்ன பண்ற? ஐடிஐயா? எங்க? அரகண்டநல்லூர். அது எங்க? திருக்கோயிலூர் மணமுண்டி அரகண்டநல்லூர். ഫസ്റ്റ് ഇയറാ സെക്കൻഡ് ഇയറാ? അപ്പോ 3 ഇയേഴ്സാ ഐടി? 2 ഇയേഴ്സാ? ഡിപ്ലോമ അല്ലേ? ഏതാ എടുത്ത ട്രേഡ്? ഓ ഫിറ്ററാ. സൂപ്പർ. എപ്പോ ജോലി കൺഫേം അല്ലേ? ഫിറ്റർക്ക് ജോലി എങ്ങനെയോ? ഫിറ്റർക്ക് നല്ല ജോലി കൺഫേം ആയിരിക്കും. അപ്പൊ നല്ല പഠിക്കുന്നില്ലേ? എല്ലാരും നല്ല പഠിക്കുന്നില്ലേ? ഓക്കെ. നല്ല പഠിക്കണം, എന്നാലേ കാര്യമുള്ളൂ കേട്ടാ. കാരണം എഡ്യൂക്കേഷൻ ഈസ് ദ മോസ്റ്റ് വാല്യുബിൾ തിങ്സ് ഇൻ ദ വേൾഡ്. ഓക്കെ. നമ്മളടുത്ത് എത്ര പൈസ ഉണ്ടായിട്ട് കാര്യമില്ല. പൈസ തെരിയുമാ? പണം, കാശ് നമ്മളുടെ മല പോലെ ഇരുന്നാലും അത് കാലിയായിപ്പോടും. ബട്ടാണ് എഡ്യൂക്കേഷൻ നമുക്ക് എപ്പമേ കാലിയാവാതെ എപ്പമേ നല്ലായിരിക്കും. ഓക്കെ. അതുകൊണ്ട് നല്ല പഠിച്ചാൽ നല്ല വേല കിടക്കും. അപ്പൊ എപ്പോഴും നമുക്ക് ആശിരിക്കും, എല്ലാ തകതി വസതി എല്ലാമായിരിക്കും. ഓക്കെ. ஞாபகம் பண்ணு. ஞாபகத்திலே வச்சுக்கோங்க. எனக்கு தமிழ் கொஞ்சம் கொஞ்சம் தெரியும். அந்த தெரிஞ்ச அளவுக்கு தான் சொல்றேன். പുരിതല്ലേ? ഓക്കെ. നൈറ്റിൽ ഫുഡ് വേണ്ടെന്നെല്ലാം പറഞ്ഞിട്ട് ഞാൻ ഇങ്ങോട്ട് വന്നേ വണ്ടിയിലേക്ക്. അപ്പം അണ്ണന്റെ വൈഫ് അണ്ണനെ കൂടി നിർബന്ധിച്ചിട്ട് ഇവരുടെ അടുത്ത് മക്കളുടെ അടുത്ത് ഫുഡ് കൊടുത്ത് അയച്ചിട്ടുണ്ട്. ചപ്പാത്തി, പിന്നെ ഒനിയന്റെ സലാഡ് പോലെ ഒനിയൻ കട്ട് ചെയ്തിട്ടുണ്ട്. പിന്നെ തുറക്ക് പോണേ. ജീവ തുറന്ന് കാണിച്ചു തരുന്നുണ്ട്. ഞാൻ പിടിക്കാം. ജീവ തുറന്നു പ്ലേറ്റ് വിട്ടോ. ഇത് ചട്നി. എന്ത് ചട്നി ഇത്? തക്കാളി ചട്നി. എന്നാണ് നെക്സ്റ്റ്? കുറുമ അല്ലേ?
അതൊക്കെയാണ് ഇപ്പൊ കൊടുത്തു വിട്ടില്ലേ. ഇതന്നെ അധികം. എത്ര ചപ്പാത്തി? 5 ചപ്പാത്തിയാണ് കൊടുത്തു വിട്ടിട്ടുണ്ട്. ഞാൻ പറഞ്ഞു 1 മതി എന്ന് പറഞ്ഞു, അല്ലെങ്കിൽ 2. ഓക്കെ, 3 ചപ്പാത്തി. ഓക്കെ. ஹாய் அண்ணா வந்து ஷாஜான். நம்மளுக்கு ஒரு நாள் பார்த்து பழங்கினதை தான், வேற ஒன்றும் இல்லை. ஆனால் என்ன ஒரு 6 மாசமா விடவே இல்லை, ஃபாலோ பண்ணி வீட்டுக்கு மாற்ற வச்சுட்டாரு. அப்போ சென்னையில் போய் இறங்குவார், நான் போயிட்டு நான் வண்டி மாற்றுறேன், வேற ஒன்றும் இல்லைங்க. ரொம்ப சந்தோஷம். ஒரு மலையாளி சூப்பர். நான் சவுதியில் ஒரு பாட்டு நண்பர் உண்டு எனக்கு. ஆனால் இவர் வந்து வேற லெவல் பண்ணிட்டார். விட்டவே இல்லை 6 மாதம். ஒரு நாள் பார்த்து பேசணும், ரூட்டு கேட்டால் கம்பளோடு இறக்கணும், ரூட்டு சொன்னேன். அதில் இருந்து என்னைய வரைக்கும் ஃபாலோ பண்ணிட்டு வந்து கிளம்பி போய்கிட்டு இருக்கிறோம். திருக்கோயிலூர்லேருந்து சென்னை போகிறோம். நாங்கள் திருவண்ணாமலை வழியாக போகிறோம். திருவண்ணாமலை, போலூர், ஆற்காடு, ராணிப்பேட்டை வழியாக போகிறோம். ரோடு காலைல ஒர்க்கடை இறக்கணும். இங்கே இறங்குறோம் ஃப்ரெண்ட்ஸ். கொஞ்சம் சப்போர்ட் பண்ணுங்கள். நம்ம தமிழ்மார் டிரைவர் எல்லாருமே அவர் ஹெல்ப் பண்ணுங்கள். சேட்டாவுக்கு லைக் பண்ணுங்கள், ஷேர் பண்ணுங்கள். இன்னும் 1 மாதத்தில் தமிழ் டிரைவர் மட்டுமே 1 லட்சம் சப்ஸ்கிரைப் இருக்கணும்னு ஆசைப்பட்றேன். நன்றி, பாய். கூடிய சீக்கிரத்தில் நானும் யூடியூப் ஸ்டார்ட் பண்ணுறேன், வீடியோ போடுறேன். சேட்டா தான் சொல்லி கொடுக்குறேன்னு சொல்லியிருக்காரு. பார்த்து கவனமாக ஓட்டுங்க. தயவு செய்து லைட்டை வந்து ட்ரிப் பண்ணி ஓட்டுங்க. ஒருத்தர் லைட் ட்ரிப் பண்ணுறாங்கன்னா அவங்களை ரெஸ்பெக்ட் பண்ணுங்க, அதுதான் மெயின். அது நம்ம தமிழ் டிரைவர்ஸும் இல்லை, இந்தியாரண்டையும் இல்லை. நம்மளோட கடமை என்ன? இதற்கு இப்போ பல்ப் வந்து சீப்பாக கிடைக்கிது, பவர் பல்ப்பு வேண்டாம். ட்ரிப் பண்ணுறதால ஒன்றும் கெட்டு போகிறது கிடையாது. இது மட்டும்தான் நான் ரொம்ப மன கஷ்டம் எனக்கு. லைட் ட்ரிப் பண்ணால் ட்ரிப் பண்ணுங்க, ஒன்றும் தப்பு இல்லை. அதனால் பார்த்து செய்யுங்க. நன்றி, வணக்கம். சேட்டாக்கு ஷேர் பண்ணுங்கள், லைக் பண்ணுங்கள், சப்ஸ்கிரைப் பண்ணுங்கள் முதல்ல. நன்றி, வணக்கம், பாய்.